പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. പുസ്തകാസ്വാദനം. ശ്രീ ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ. മൾബറി എന്ന പുസ്തക പ്രസാധക കമ്പനിയുടെ ഉടമ ഷെൽബിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഡേസിയുടെയും അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കസാൻ സാക്കിസിന്റെയും കഥ ഒരു മൾബറി ചെടി പറയുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന നോവലാണ് ശ്രീ ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്നത്. പുസ്തക നിർമ്മിതി എങ്ങനെ ആയിരിക്കണമെന്ന് മറ്റു പല പ്രസാധകരും പഠിച്ചത് ഷെൽവിയിൽ നിന്നായിരുന്നു. അദ്ദേഹം ഡിസൈൻ ചെയ്ത പുസ്തകങ്ങൾ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് പോലും വായിച്ചു നോക്കാണ്ട് പുസ്തകത്തിന്റെ മനോഹാരിത കണ്ടു മാത്രം വാങ്ങിക്കൊണ്ടുപോയ ധാരാളം വായനക്കാർ അക്കാലത്തുണ്ടായിരുന്നു. ഷെൽവിക്ക് പുസ്തകങ്ങളെ അത്രയേറെ ഇഷ്ടമായിരുന്നു. മൾബറിയുടെ ഉയർച്ച മറ്റു പല പ്രസാധകരും അസൂയയോടെയാണ് നോക്കിക്കണ്ടത്. ആ മൾബറിയുടെ പതനവും എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയത്. പുസ്തകങ്ങളെ സ്നേഹിച്ച, പുസ്തകങ്ങൾക്ക് വേണ്ടി ജീവിച്ച, പുസ്തകങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്ത ഷെൽവിയുടെ കഥ പറയുന്ന നോവലാണ് മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കഥാപാത്രം ഷെൽവിയുടെ ഭാര്യ ഡെയ്സിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്ന പല സ്ത്രീകളും ഡെയ്സിയുടെ പ്രതീകങ്ങളാണ്. പ്രണയം, വിവാഹം, കുട്ടികൾ, കുടുംബം, ഭർത്താവ്, കുടുംബത്തിന്റെ നിലനിൽപ്പ്, കുടുംബത്തിന്റെ സംരക്ഷണം എന്നിവയ്ക്കൊക്കെ വേണ്ടി തങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച സ്ത്രീകൾ. ഡെയ്സിയും അങ്ങനെ തന്നെയായിരുന്നു. ഷെൽവിക്ക് വേണ്ടി, അവരുടെ മകൾക്ക് വേണ്ടി, തനിക്ക് ജന്മനാ കിട്ടിയ തന്റെ പ്രിയപ്പെട്ട എഴുത്തിനെ ഒഴിവാക്കിയവളാണ് ഡെയ്സി. ഒരുപക്ഷെ ഷെൽവിക്ക് വേണ്ടി ഡെയ്സി തൂലിക താഴെ വച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മലയാളത്തിന് ഇന്ന് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയെ ലഭിക്കുമായിരുന്നു. അക്ഷരങ്ങളാണ് ഷെൽവിയെയും ഡെയ്സിയെയും ഒരുമിപ്പിച്ചത്. ആ അക്ഷരങ്ങൾ തന്നെയാണ് അവരുടെ ബന്ധത്തിന് വിള്ളലുണ്ടാക്കിയതും. ഡെയ്സി എഴുത്തു തുടർന്നാൽ തന്നെക്കാൾ ഉയരത്തിൽ എത്തുമോ എന്ന ഷെൽവിയുടെ ഭയം. ഡെയ്സി മൾബറിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നാൽ മൾബറി ഡെയ്സിയുടേതാകുമോ എന്ന ഷെൽവിയുടെ ഭയം. ആ ഭയമാണ് എഴുത്തുകാരിയിൽ നിന്നും ഡെയ്സിയെ വീട്ടുകാരിയായി തളച്ചിട്ടത്. യൂണിവേഴ്സിറ്റി സിലബസിൽ മൾബറിയുടെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഡെയ്സി തന്റെ പരിചയക്കാർ മൂലം ശ്രമിച്ചത് മൾബറിയെ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു. രാപ്പകലില്ലാതെ പ്രൂഫ് റീഡിങ്ങും എഡിറ്റിങ്ങും മറ്റുമായി അവൾ മൾബറിയിൽ കഷ്ടപ്പെട്ടതും മൾബറിയെ ഉയർച്ചയിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അവളുടെ ആ കഷ്ടപ്പാടുകളൊക്കെ ഷെൽവി കണ്ടത് അവിഹിതങ്ങളായിട്ടായിരുന്നു. തന്റെ ന്യൂനതകളെ മറച്ചുവെക്കാൻ ഷെൽവി ഡെയ്സിയുടെ കഴിവുകളെ കുഴിച്ചുമൂടി. എല്ലാവരുടെ മുന്നിൽ വച്ചും അദ്ദേഹം ഡെയ്സിയെ ചീത്ത പറഞ്ഞിട്ടും അവൾ ക്ഷമിച്ചത് ഷെൽവിയോടുള്ള പ്രണയത്തിന് വേണ്ടിയായിരുന്നു, അവരുടെ മകൾക്ക് വേണ്ടിയായിരുന്നു. ഉയർന്നു നിന്നിരുന്ന മൾബറി എന്ന പ്രസാധക കമ്പനി പതനത്തിലേക്ക് പോയതും ഷെൽവിയുടെ ന്യൂനതകൾ കൊണ്ട് തന്നെയായിരുന്നു. ആ പതനം അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചു. ഡെയ്സിയുടെ വേദനകളുടെയും ഷെൽവിയുടെ ആത്മഹത്യയുടെയും കഥ ഒരു മൾബറി ചെടി നമ്മോട് പറഞ്ഞപ്പോൾ വായനക്കാരും ആ വേദനയുടെ ആഴങ്ങളിലേക്ക് ഇറക്കപ്പെട്ടു. ശ്രീ ബെന്യാമിൻ ഈ നോവലിലൂടെ വായനക്കാരെ പുസ്തകങ്ങളുടെയും ഷെൽവിയുടെയും ഡെയ്സിയുടെയും മൾബറി ചെടിയുടെയും കസാൻ സാക്കിസിന്റെയും ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. യാഥാർത്ഥ്യവും സാങ്കല്പികവും നിറഞ്ഞ ഈ ബയോഫിക്ഷൻ നോവൽ മലയാളത്തിലെ പല പുസ്തകങ്ങളെയും പുസ്തക ചരിത്രങ്ങളുടെയും കഥ കൂടിയാണ് നമ്മോട് പറയുന്നത്. നമ്മുടെ വിജയവും പരാജയവും നമ്മുടെ കൈകളിൽ തന്നെയാണെന്ന ഒരു നഗ്ന സത്യം കൂടിയാണ് ഷെൽവിയുടെ ജീവിതത്തിലൂടെ ബെന്യാമിൻ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. നന്ദി.